തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുചക്ര വാഹന പാർക്കിംഗിന് പ്രീമിയം നിരക്ക് എന്ന പേരിൽ വൻ തുക ഈടാക്കുന്നത് താൽക്കാലികമായി നിർത്തലാക്കി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. അപ്രതീക്ഷിത പേമാരിയിൽ ചാലക്കുടി പുഴയിലെ ജലവിധാനം ക്രമാതീതമായി ഉയർന്നു. മഴ നിലച്ചതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്കിന് ശമനമായി. അതിരപ്പിള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും സന്ദർശകർക്ക് പ്രവേശനമില്ല. ജില്ലയിൽ നാളെ റെഡ് അലർട്ട്. തൃക്കൂർ കള്ളായിയിലെ അനധികൃത പന്നി ഫാമിനെതിരെ പ്രതിഷേധം. പന്നി ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്കുള്ള മണ്ണെണ്ണ വിതരണം അവതാളത്തിലായി. സർക്കാർ സബ്സിഡിയോടെ ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിതരണം വഴിപാടായി മാറിയതോടെ സ്വകാര്യ വിപണിയെ ആശ്രയിക്കേണ്ട അവസ്ഥയിൽ മത്സ്യത്തൊഴിലാളികൾ. എല്ലാ മാസവും ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിഹിതം ഇപ്പോൾ കിട്ടുന്നത് ഏതാനും തവണകൾ മാത്രം. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച തൃശൂർ പബ്ലിക് ലൈബ്രറിയുടെ പുതിയ കെട്ടിടം തെരുവു നായ്ക്കളുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി മാറുന്നു. വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതും അഗ്നിരക്ഷാ സംവിധാനം ഇല്ലാത്തതും കെട്ടിടം തുറന്നു പ്രവർത്തിക്കാൻ തടസ്സമാകും. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുചക്ര വാഹന പാർക്കിംഗിന് പ്രീമിയം നിരക്ക് എന്ന പേരിൽ വൻ തുക ഈടാക്കുന്നത് താൽക്കാലികമായി നിർത്തലാക്കി. ജൂൺ മുതൽ 24 മണിക്കൂർ പാർക്കിംഗിന് 345 രൂപയാണ് ഈടാക്കിയിരുന്നത്. ഈ നടപടിക്കെതിരെ ടൂ വീലർ യൂസേഴ്സ് അസോസിയേഷനും വിവിധ സംഘടനകളും ഉയർത്തിയ പ്രതിഷേധവും മാധ്യമ വാർത്തകളും ശ്രദ്ധയിൽപ്പെട്ട റെയിൽവേ വിജിലൻസ് വിഭാഗം വിഷയത്തിൽ ഇടപെട്ടു. ഇതോടെയാണ് പ്രീമിയം നിരക്ക് ഈടാക്കുന്നത് കരാറുകാരൻ വേണ്ടെന്ന് വെച്ചത്. പ്രീമിയം പാർക്കിംഗ് ഏരിയയിൽ ഈ മാസം 1 മുതൽ 24 മണിക്കൂറിന് സാധാരണ നിരക്കായ 30 രൂപയെ ഈടാക്കുന്നുള്ളൂ. അപ്രതീക്ഷിത പേമാരിയിൽ ചാലക്കുടി പുഴയിലെ ജലവിധാനം ക്രമാതീതമായി ഉയർന്നു. മഴ നിലച്ചതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്കിന് ശമനമുണ്ടായെങ്കിലും മഴ കനത്താൽ പ്രശ്നം ഗുരുതരമാകും. അതിരപ്പിള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും സന്ദർശകർക്ക് വിലക്ക്. ഞായറാഴ്ച വൈകിട്ട് മുതൽ തുടർച്ചയായി അതിരപ്പിള്ളി മേഖലയിൽ 10 സെന്റിമീറ്റർ തോതിൽ മഴ പെയ്തു. ഇതേ തുടർന്നാണ് പുഴയിൽ അർദ്ധരാത്രി മുതൽ വെള്ളം ഉയരാൻ തുടങ്ങിയത്. തിങ്കളാഴ്ച പുലർച്ചെ ജലനിരപ്പ് 5.45 മീറ്ററിലെത്തി. താഴ്ന്ന പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിൽ ചെറിയ തോതിൽ വെള്ളം കയറുകയും ചെയ്തു. നിലവിൽ എല്ലാ ഡാമുകളും നിറഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട് ഷോളയാർ ഡാമിൽ വെള്ളത്തിന്റെ അളവ് 100% ഇവിടെ നിന്ന് കേരള ഷോളയാറിലേക്കും തമിഴ്നാട്ടിലെ പറമ്പിക്കുളം ജലസംഭരണിയിലേക്കും വെള്ളം തുറന്നുവിടുന്നുണ്ട്. നിറഞ്ഞുകിടക്കുന്ന പറമ്പിക്കുളത്ത് നിന്നും പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് ചെറിയ തോതിൽ വെള്ളം ഒഴുകുന്നുണ്ട്. കേരള ഷോളയാറിൽ വൈദ്യുതി ഉൽപാദനത്തിന് പുറമെ അധിക ജലം പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് എത്തുന്നുമുണ്ട്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ വീണ്ടും ഒരു വെള്ളപ്പൊക്ക ഭീഷണി ഉടലെടുക്കുകയാണ്. ഇനി തുടർച്ചയായി മഴയുണ്ടായാൽ എല്ലാ നിയന്ത്രണങ്ങളും കൈവിട്ടു പോകുമെന്നാണ് പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ ആശങ്കപ്പെടുന്നത്. TCV ന്യൂസ്, ചാലക്കുടി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനത്തേക്കും. ഇന്ന് 14 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. നാളെ തൃശൂർ ജില്ലയിൽ റെഡ് അലർട്ടാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. തൃക്കൂർ കള്ളായിയിലെ അനധികൃത പന്നി ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരം തുടരുന്നു. സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളും മലിനീകരണ സംവിധാനങ്ങളും ഒരുക്കാതെയാണ് ഫാം പ്രവർത്തിക്കുന്നതെന്ന് ജനകീയ സമരസമിതി ആരോപിച്ചു. പ്രദേശത്ത് കുടിവെള്ളം മലിനമാവുകയും ദുർഗന്ധം രൂക്ഷമായതും ജനകീയ സമരസമിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. മലിനീകരണ സംവിധാനം ഒരുക്കാതെ പ്രവർത്തിക്കുന്ന പന്നി ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ സമരം CPM തൃക്കൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മേഴ്സി അധ്യക്ഷത വഹിച്ചു. ബ്രൈറ്റ് കള്ളിപ്പറമ്പിൽ, വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്കുള്ള മണ്ണെണ്ണ വിതരണം അവതാളത്തിലായതായി പരാതി. ആയിരക്കണക്കിന് യാനങ്ങളാണ് അഴീക്കോട്, മുനമ്പം, അഴിമുഖം കേന്ദ്രീകരിച്ച് മാത്രം പണിയെടുക്കുന്നത്. സർക്കാർ സബ്സിഡിയോടെ ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിതരണം വഴിപാടായി മാറിയതോടെ സ്വകാര്യ വിപണിയെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് തൊഴിലാളികൾ. ഫിഷറീസ്, സിവിൽ സപ്ലൈസ് വകുപ്പുകളുടെ അലംഭാവമാണ് മണ്ണെണ്ണ വിതരണം മുടങ്ങാൻ കാരണമെന്ന് ആരോപണമുണ്ട്. യാനങ്ങളും ഇവയിൽ ഘടിപ്പിക്കുന്ന ഔട്ട്ബോർഡ് എഞ്ചിനുകളും 2 വകുപ്പുകളും പരിശോധിച്ചാണ് മണ്ണെണ്ണ പെർമിറ്റ് അനുവദിക്കുന്നത്. 10 HP മോട്ടറുള്ള യാനത്തിന് 129 ലിറ്റർ, 10 മുതൽ 15 HP വരെ 136 ലിറ്റർ,
15 HP മുകളിലുള്ളതിന് 180 ലിറ്ററുമാണ് പ്രതിമാസം മണ്ണെണ്ണ വിഹിതം. മുൻപ് എല്ലാ മാസവും നൽകിയിരുന്ന മണ്ണെണ്ണ വിഹിതം ഇപ്പോൾ വർഷത്തിൽ ഏതാനും തവണകൾ മാത്രമായി മാറിയിരിക്കുകയാണ്. സർക്കാർ അനുവദിച്ചു തരുന്ന നീലമണ്ണെണ്ണ കിട്ടിയിട്ട് 10 വർഷത്തോളമായി. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾക്ക് ഒരു പെർമിറ്റിന് 40 HP എഞ്ചിൻ പ്രവർത്തിക്കുന്ന ഒരു പെർമിറ്റിന് 600 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ശോഷിച്ച് ഇപ്പോൾ ഒരു മിനിമം ഒരു 60 ലിറ്ററിന് താഴെ എത്തി. അത് വർഷത്തിൽ 2 തവണയായി. എത്രയും പെട്ടെന്ന് അത് മത്സ്യമേഖലയ്ക്ക് അത്രയും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മണ്ണെണ്ണ ലഭ്യമായാൽ അത് പരമ്പരാഗത മേഖലയ്ക്ക് അത് വലിയൊരു ഉണർവായിരിക്കും. 1 ലിറ്ററിന് 25 രൂപ സബ്സിഡിയോടെ മത്സ്യഫെഡ് നിയന്ത്രിതമായ അളവിൽ മണ്ണെണ്ണ വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ പൊതുവിതരണ വകുപ്പ് വഴി ലഭിച്ചിരുന്ന വിലക്കുറവുള്ള മണ്ണെണ്ണ കിട്ടാക്കനിയായ അവസ്ഥയാണുള്ളത്. ഒരു ചെറുവള്ളവും അനുബന്ധ വള്ളങ്ങളും ഒരു തവണ കടലിൽ പോയി വരുന്നതിന് 500 ലിറ്ററോളം ഇന്ധനം ആവശ്യമായി വരും. മണ്ണെണ്ണ ലഭിക്കാത്ത സാഹചര്യത്തിൽ വിപണിയിലുള്ള രാസലായനി ഉപയോഗിച്ച് എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നവരുടെ എണ്ണം ഏറി വരികയാണ്. ഇൻബോർഡ് വള്ളങ്ങൾ ഡീസൽ എഞ്ചിൻ ഘടിപ്പിക്കുന്നതുകൊണ്ട് അവയെ മണ്ണെണ്ണ പ്രതിസന്ധി ബാധിക്കുന്നില്ല. ചെറുകിട മത്സ്യത്തൊഴിലാളികളാണ് മണ്ണെണ്ണ പ്രശ്നത്തിൽ വലയുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച തൃശൂർ പബ്ലിക് ലൈബ്രറിയുടെ പുതിയ കെട്ടിടം തെരുവുനായ്ക്കളുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി മാറുന്നു. വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതും അഗ്നിരക്ഷാ സംവിധാനം ഇല്ലാത്തതുമാണ് കെട്ടിടം തുറന്നു പ്രവർത്തിക്കാൻ തടസ്സമായിരിക്കുന്നത്. വീട്ടിലെ പുല്ല് പറിച്ചില്ലെന്നാരോപിച്ച് ഭാര്യയെയും മക്കളെയും മർദ്ദിച്ച സംഭവത്തിൽ പന്തല്ലൂർ സ്വദേശിക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. വിനീഷിനെതിരെയാണ് കേസെടുത്തത്. ഭാര്യ സിനി, മക്കളായ അദ്വൈത്, ആഘോഷ് എന്നിവരെയാണ് പ്രതി ആക്രമിച്ചത്. ഈ മാസം 1-ാം തീയതിയായിരുന്നു സംഭവം. മദ്യലഹരിയിൽ വീട്ടിലെത്തിയ പ്രതി വീട്ടിലെ പുല്ല് പറിച്ചില്ലെന്നാരോപിച്ച് സിനിയെ ക്രൂരമായി മർദ്ദിക്കുകയും തടയാനെത്തിയ 9 വയസ്സുള്ള മകനെ ഹെൽമറ്റ് ഉപയോഗിച്ച് അടിക്കുകയും 14 വയസ്സുള്ള മകനെ ചെരുപ്പുകൊണ്ട് മുഖത്തും ചെവിയിലും അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. ബസ്സിൽ വെച്ച് യാത്രക്കാരിയുടെ മാല പൊട്ടിച്ച തമിഴ്നാട് സ്വദേശിയെ യാത്രക്കാർ പിടികൂടി. അഷ്ടമിച്ചിറ സ്വദേശി വടക്കുംചേരി വീട്ടിൽ സിസിലിയുടെ മാലയാണ് പൊട്ടിച്ചത്. സംഭവം അറിഞ്ഞപ്പോൾ തന്നെ തമിഴ്നാട് സ്വദേശി ലക്ഷ്മിയെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറി. 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ മാലയിൽ സ്വർണത്തിന്റെ ലോക്കറ്റും കൊളുത്തും ഉണ്ടായിരുന്നു. അഷ്ടമിച്ചിറയിൽ നിന്ന് മാളയിലേക്ക് വരുമ്പോഴായിരുന്നു സംഭവം. ലക്ഷ്മിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി നടന്ന വഴികളിലൂടെ പുതിയ കാലത്ത് സഞ്ചരിച്ച് ആവിഷ്കരിക്കുന്ന വേറിട്ട കലാപ്രദർശനത്തിന് തൃശൂരിൽ വേദിയൊരുങ്ങുന്നു. കവി PN ഗോപാലകൃഷ്ണൻ, ചിത്രകാരൻ മുരളി ചീരോത്ത്, ഫോട്ടോഗ്രാഫർ സുധീഷ് എഴുവത്ത് എന്നിവരാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ. ഇവർ ശേഖരിച്ച സാമഗ്രികളും ഫോട്ടോഗ്രാഫുകളും കവിതകളും ദൃശ്യശ്രവ്യ സങ്കേതങ്ങളും കോർത്തിണക്കിയാണ് കലാപ്രദർശനം ഒരുക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ ദിനം മുതൽ ഈ മാസം 18 വരെ ലളിതകലാ അക്കാദമിയിലാണ് പ്രദർശനം. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ MV നാരായണൻ, MP സുരേന്ദ്രൻ, KL ജോസ്, PN ഗോപികൃഷ്ണൻ, M ശിവശങ്കരൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ജില്ലയിലെ കോൾപ്പടവ് പ്രതിനിധികളുടെ വാർഷിക പൊതുയോഗം തൃശൂർ ടൗൺ ഹാളിൽ നടന്നു. മന്ത്രി K രാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷത വഹിച്ചു. സബ് കളക്ടർ അഖിൽ V മേനോൻ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കോൾ ഉപദേശക സമിതിയിലെ 11 കർഷക പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. ഈ വർഷത്തെ കണക്കിക്കുക വേണമെങ്കിൽ നമുക്ക് പറയാനാകും. 1000 ഡിസ്കഷനുകൾ വളരെ വേഗത്തിൽ നടന്നു തരാം എന്ന് കേന്ദ്ര ഗവൺമെന്റുമായി ഇല്ല എന്ന പ്രയാസം കൂടി നമ്മുടെ മുന്നിൽ. സാധാരണ നിലയിൽ നെല്ല് സംഭരിക്കാൻ എല്ലാ പ്രശ്നങ്ങളും പഠിക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 17 വനിതാ ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫോട്ടോ പ്രദർശന സംഗമത്തിന് ചുങ്കാൽ ഫോട്ടോ മ്യൂസിയം ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ഛായാഗ്രഹണ വൈദഗ്ധ്യത്തിനോടൊപ്പം ലിംഗസാമൂഹ്യ സമത്വ സന്ദേശവും ഉൾക്കൊള്ളുന്ന 38 ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ബിന്ദു പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, നന്ദകുമാർ മൂടാടി, സിമ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി വായനശാലയിൽ ഉപഭോക്തൃ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. മനുഷ്യാവകാശ സമിതി നാഷണൽ കോർഡിനേറ്റർ ജോർജ് തോമസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പി.വി. രാമൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ, വനിതാ വൈസ് പ്രസിഡന്റ് ഇ. സുമതിക്കുട്ടി, വി. അച്യുതൻ നായർ, വർഗീസ് അത്താണി, സാലി തോമസ്, വായനശാല പ്രസിഡന്റ് ജോസ് മണി തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചി കളമശ്ശേരിയിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് കൊടുങ്ങല്ലൂർ സ്വദേശിക്ക് ദാരുണാന്ത്യം. 41 വയസ്സുള്ള അബ്ദുൽ സലാമാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സലാമിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. സ്വിഗ്ഗി ജീവനക്കാരനായ അബ്ദുൽ സലാം ഓർഡർ എടുക്കാനായി പോകുന്നതിനിടെ സൗത്ത് കളമശ്ശേരി മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. അമിത വേഗത്തിൽ എത്തിയ സ്വകാര്യ ബസ് ബൈക്കിന് പിന്നിൽ വന്നിടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. കോൺഗ്രസ് മുല്ലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെയും കർഷക കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ എലവത്തൂർ മൃഗാശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മൃഗാശുപത്രിയിൽ മാസങ്ങളായി ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുടെ സേവനമില്ലാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി P.K. രാജൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് P.B. ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ NR അജിത് പ്രസാദ്, NA ഹസൻ, E. രാധാകൃഷ്ണൻ, അജിത് എലവത്തൂർ, ഷാജി ചീരോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം പുനത്തൂർ ആനക്കോട്ട സന്ദർശനം നടത്തിയ കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെട്ട പണവും സ്വർണവും ഉടമയ്ക്ക് തിരികെ നൽകിയ ആനപ്പാപ്പാനെ കൂട്ടുകൊമ്പന്മാർ എലിഫന്റ് വെൽഫെയർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. 7.25 പവനും 1 ലക്ഷത്തിലേറെ രൂപയും അടങ്ങിയ ബാഗ് ശ്രദ്ധയിൽപ്പെട്ട ആനപ്പാപ്പാൻ സുബീഷ് ദേവസ്വം ഓഫീസിൽ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയായിരുന്നു. മഞ്ജുലാലിൽ നടന്ന ചടങ്ങിൽ SSLC പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ഫോറം അംഗം സുമൻ സുമേഷിന്റെ മകൾ വൈഗാലക്ഷ്മിയെയും ആദരിച്ചു. ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ KP ഉദയൻ, എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീജിത്ത് വെള്ളപ്പായ, ഫോറം ഭാരവാഹികളായ ശരത് VT, ജിഷ്ണു PS, സുജിത് തിരിയാട്ട തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ 2ാമത് അന്താരാഷ്ട്ര ശാസ്ത്ര ചലച്ചിത്രമേള തൃശൂരിൽ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അറിയിച്ചു. മോഡൽ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 8-ന് ശാസ്ത്ര ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യും. മോഡൽ ഗേൾസിന് പുറമെ തൃശൂർ കൈരളി ശ്രീ തിയേറ്ററിലും ശാസ്ത്ര ചലച്ചിത്രമേള നടക്കുന്നുണ്ട്. 5 പാക്കേജുകളിലായി 50ഓളം ശാസ്ത്ര സിനിമകളാണ് പ്രദർശിപ്പിക്കുക. 200 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. ശാസ്ത്ര സമേതം പ്രൊജക്ടിന്റെ ഭാഗമായി 100 സയൻസ് സിനിമകൾ നിർമ്മിക്കുന്നതിന് മുൻകൈ എടുക്കുമെന്നും മേളയിൽ പങ്കാളികളാകുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേക പരിശീലനം നൽകുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അറിയിച്ചു. സമേതം പ്രോജക്ട് കോർഡിനേറ്റർ V. മനോജ്, ഫെസ്റ്റിവൽ ഡയറക്ടർ അഡ്വക്കേറ്റ് KP രവിപ്രകാശ്, ജനറൽ കോർഡിനേറ്റർ ചെറിയാൻ ജോസഫ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മഹാകവി മൊയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയും ഇശൽ തീരം മാപ്പിള കലാസാഹിത്യവേദിയും സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് തൃശൂരും സംയുക്തമായി ഈ മാസം 16-ന് തളിക്കുളം എടശ്ശേരിയിൽ ഇശൽഗാഥ മാപ്പിളപ്പാട്ട് മഹോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന 1000-ഓളം വിദ്യാർത്ഥികളും പൊതുവിഭാഗത്തിൽ നിന്നുള്ളവരും മാപ്പിളപ്പാട്ട് മഹോത്സവത്തിൽ പങ്കെടുക്കും. മാപ്പിളപ്പാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ഇശൽ തീരം മാപ്പിള കലാസാഹിത്യവേദി തൃശൂരിന്റെ പ്രഥമ മഹാകവി ചേറ്റുവ പരീക്കുട്ടി സ്മാരക പുരസ്കാരം മാപ്പിള കവി OM കരുവാരക്കുണ്ടിനും മഹാകവി മൊയിൻകുട്ടി വൈദ്യർ സ്മാരക പുരസ്കാരം ഗാനരചയിതാവ് BK ഹരിനാരായണനും സമ്മാനിക്കും. ഇശൽഗാഥ മാപ്പിള മഹോത്സവത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിക്കും. ഇശൽ തീരം മാപ്പിള കലാസാഹിത്യവേദി രക്ഷാധികാരി TN പ്രതാപൻ, ചെയർമാൻ മുഹസിൻ തളിക്കുളം, പ്രസിഡന്റ് ആരിഫ് അബ്ദുൽ ഖാദർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പാവർട്ടി യൂണിറ്റ് വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ സെമിനാർ നടത്തി. പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ നടന്ന ബോധവൽക്കരണ സെമിനാർ ജില്ലാ സെക്രട്ടറി OJ ജിഷോ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് NT പിയൂസ് അധ്യക്ഷനായിരുന്നു. KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MV പ്രദീപ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ II ജോയ് എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത്
ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിൽ സമ്മാനമായി ലഭിച്ച പശുക്കിടാവിനെ മച്ചാട് സാന്ത്വന സൊസൈറ്റിക്ക് നൽകി AC മൊയ്തീൻ MLAയും കുടുംബവും. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സാന്ത്വന സൊസൈറ്റി പ്രസിഡന്റ് TK മോഹനൻ അധ്യക്ഷത വഹിച്ചു. AC മൊയ്തീൻ MLA, ഭാര്യ ഉസൈബ ബീവി, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, ബോർഡ് അംഗങ്ങളായ MG സന്തോഷ് ബാബു, AK സുരേന്ദ്രൻ, PK ജയറാം, ഉസൈബ ബീവി, കരുണാകരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ചാഴൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിലെ വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെയും കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചു നൽകിയ 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കുടുംബശ്രീ തൊഴിൽ പരിശീലന ഉൽപാദന വിപണന കേന്ദ്രത്തിന്റെയും ചുറ്റുമതിലിന്റെയും വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചത്. ചടങ്ങിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK രാമചന്ദ്രൻ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ വ്യായാമം കുറഞ്ഞതുകൊണ്ട് ഡയബറ്റിക് രോഗികളായി തീർന്നു. ഇത് രണ്ടും വരുമ്പോൾ അതിന്റെ ഫലമായിട്ട് ഏതാണ്ട് വൃക്കരോഗത്തിലേക്ക് ആളുകൾ പതുക്കെ നടന്നെടുക്കുകയാണ്. വെസ്റ്റ് മങ്ങാട് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ കർക്കിട ചികിത്സയും ദശപുഷ്പങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് നടന്ന സെമിനാർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് ഓമന ബാബു ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് കൌൺസിലർ ഡെന്നിസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. സെമിനാറിന് പാരമ്പര്യ വൈദ്യ ഗവേഷകൻ KU ഹരിദാസ് നേതൃത്വം നൽകി. ചടങ്ങിൽ അബാക്കസ് സീനിയർ വിഭാഗത്തിൽ ദേശീയതലത്തിൽ 1-ാം റാങ്ക് നേടിയ ഫിയോൺ ഗിവീസിനെയും, MA ഗ്രാഫിക് ഡിസൈനിങ്ങിൽ 2-ാം റാങ്ക് നേടിയ ഗ്ലിൻസി സക്കറിയെയും 8-ാം റാങ്ക് നേടിയ ഗ്ലിബി സക്കറിയെയും ഉപഹാരം നൽകി ആദരിച്ചു. റവന്യൂ വകുപ്പിൽ തഹസിൽദാർ കം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായി നിയമനം ലഭിച്ച വേലൂർ സ്വദേശി CC ജോയിയെ വേലൂർ ചുങ്കം ചിന്താവേദി വായനശാല ആദരിച്ചു. MLA സേവിയർ ചിറ്റ്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ചിന്താവേദി ചെയർമാൻ ഡോക്ടർ CF ജോൺ ജോഫി അധ്യക്ഷത വഹിച്ചു. മുൻ തൃശൂർ ജില്ലാ ലോട്ടറി ഓഫീസർ MN വിനയകുമാർ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, PR അനന്തകൃഷ്ണൻ, PK സിദ്ധാർത്ഥൻ, പ്രകാശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ സ്കൂൾ കലോത്സവം നടന്നു. ഫാദർ അജിത് ചിറ്റിലപ്പള്ളി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുമായി നൃത്തച്ചുവടുകൾ വെച്ച അദ്ദേഹം സ്കൂൾ കലാപ്രതിഭകളെ ആവേശഭരിതരാക്കി. PTA പ്രസിഡന്റ് ജോസ് വാവേലി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം, പ്രധാന അധ്യാപകൻ ജോഷി പോൾ, മദർ PTA പ്രസിഡന്റ് ജോളി സ്റ്റീഫൻ, ജിസി പോൾ, കവിത മനോജ് എന്നിവർ സംസാരിച്ചു. കിഴുപ്പിള്ളിക്കര പ്രവാസി അസോസിയേഷൻ UAE ആൻഡ് കേരള ചാപ്റ്റർ സംഘടിപ്പിച്ച സ്നേഹ സൗഹൃദ സംഗമവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള ആദരവും കിഴുപ്പിള്ളിക്കര മലർവാടിയിൽ നടന്നു. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. KPA പ്രസിഡന്റ് മോഹനൻ തേവർക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ ജീന ചന്ദ്രൻ മാരാത്ത്, KPA സെക്രട്ടറി അബ്ദുൾ അസീസ് വലിയകത്ത്, വാർഡ് മെമ്പർമാരായ CN ജോയ്, ഷൈനി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിശേഷം ക്രൈസ്തവ സമൂഹം നേരിടുന്ന അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കുമെതിരെ ആളൂർ സെന്റ് ജോസഫ് ഇടവകയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. സെന്റ് ജോസഫ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി ആളൂർ സെന്ററിലെത്തി തിരികെ പള്ളിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ഇടവക വികാരി ഫാദർ ജോയ് കടമ്പാട്ട, അസിസ്റ്റന്റ് വികാരി ഫാദർ വിപിൻ വേരൻപിലാവ്, സിസ്റ്റർ മരിയ ആന്റണി, സണ്ണി കണങ്കുന്നി, ഡേവിസ് അരിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു.
ലയൺസ് ക്ലബ് പാവറട്ടി റോയലിന്റെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി ഹിന്ദു UP സ്കൂളിൽ ലഹരി വിരുദ്ധ ക്ലാസും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ക്ലബ് പ്രസിഡന്റ് OG സെബാസ്റ്റ്യൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഉണ്ണി വടക്കാഞ്ചേരി, പ്രധാനാധ്യാപിക VC രേഖ, എഞ്ചിനീയർ VC ജെയിംസ്, ടോണി ഫ്രാൻസിസ്, സണ്ണി വർഗീസ്, ടിജോ പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. BJP അമ്പലപ്പാറ കള്ളിക്കുന്ന് വാർഡ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും വാർഡ് കൺവെൻഷനും നടന്നു. ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പ്രവീൺ അധ്യക്ഷത വഹിച്ചു. K ശിവദാസ്, മുരളീധരൻ, ശ്രീറാം, ധന്യ എന്നിവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്തിലെ ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കാലിത്തീറ്റ വിതരണം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് കാലിത്തീറ്റ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷനായി. തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ സ്വാതി റാത്തോഡ്, ജനപ്രതിനിധികളായ TC മോഹനൻ, PM അബു ഷാലി ചന്ദ്രശേഖരൻ, വെറ്റിനറി സർജൻ ഡോക്ടർ അനീഷാദ് എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് വെങ്കിടങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണ യോഗം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PM മുഹസിൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ASM അസ്ഗർ അലി തങ്ങൾ, തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് RA അബ്ദുൽ മനാഫ്, മണലൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ASM അൽത്താഫ് തങ്ങൾ, AK ഹബീബ്, PM ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പാറ മേലൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. ക്ഷേത്രം പൂജാരിയുടെ കാർമ്മികത്വത്തിൽ പ്രത്യക്ഷ ഗണപതി ഹോമവും ഗജപൂജ എന്നിവയും നടന്നു. തുടർന്ന് മേളവും പ്രഭാത ഭക്ഷണവും വിതരണമുണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തൃശൂർ ശക്തൻ പട്ടാളക്കിണർ കാളിയമ്മൻ വിനായക ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവതി സേവയും നടന്നു. ക്ഷേത്ര മേൽശാന്തി അഖിൽ മനക്കുടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കീഴ്ശാന്തിമാരായ മിഥുൻ, ശ്രീഹരി എന്നിവർ സഹകാർമ്മികരായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ TG അനിൽകുമാർ, സെന്തിൽകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സാമൂഹിക സേവന സന്നദ്ധ സംഘടനയായ നീഡ്സിന്റെ നേതൃത്വത്തിൽ വിദ്യാദീപം പദ്ധതി ആരംഭിച്ചു. ഗുരുതര രോഗബാധിതരായ വിദ്യാർത്ഥികൾക്ക് തുടർച്ചയായ പഠന സഹായം നൽകുന്ന സാന്ത്വന പദ്ധതിയാണ് വിദ്യാദീപം. വിദ്യാദീപത്തിന്റെ ഉദ്ഘാടനം മുൻ സർക്കാർ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ നിർവഹിച്ചു. നീഡ്സ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ R ജയറാം അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ ഗുലാം മുഹമ്മദ്, ആശാലത, MN തമ്പാൻ, മുഹമ്മദ് അലി കറുകത്തല, അഡ്വക്കേറ്റ് ബോസ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഏനമാക്കൽ ക്ഷീരവ്യവസായ സംഘം പാലും തൈരും പാക്കറ്റിലാക്കി വിപണിയിലിറക്കി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിംഗ് ഉദ്ഘാടനം ചെയ്തു. ക്ഷീരസംഘം പ്രസിഡന്റ് TA സുരേഷ് അധ്യക്ഷത വഹിച്ചു. വെങ്കിടങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ആദ്യ വിൽപ്പന നടത്തി. വെങ്കിടങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, മത്സ്യസംഘം പ്രസിഡന്റ് UA ആനന്ദൻ, പട്ടികജാതി സംഘം പ്രസിഡന്റ് KV മനോഹരൻ, കയർ വ്യവസായ സംഘം പ്രസിഡന്റ് PK ഉത്തമൻ, ജോജോ മാളിയക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വയലി മഴയുത്സവത്തിന്റെ ഭാഗമായി പാട്ടുത്സവം നടന്നു. ആറങ്ങോട്ടുകര വയലരങ്ങിൽ നടന്ന പാട്ടോത്സവം തലപ്പിള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. വയലി ഡയറക്ടർ വിനോദ് അധ്യക്ഷത വഹിച്ചു. പ്രദീപ് വയലിയുടെ നേതൃത്വത്തിൽ പ്രമേയമായ കവിതകൾ, നാടൻ പാട്ടുകൾ എന്നിവ നടന്നു. പട്ടാമ്പി നെല്ലു ഗവേഷണ കേന്ദ്രത്തിലെ തൊഴിലാളികൾ വള്ളുവനാടിന്റെ തനത് കലയായ കുടച്ചൂഴി എന്ന കലാരൂപം അവതരിപ്പിച്ചു. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ഓഗസ്റ്റ് 9, 10 ദിവസങ്ങളിലാണ് മഴയോത്സവം നടക്കുന്നത്. മഴയോത്സവം വിളംബരത്തിന് കോർഡിനേറ്റർ M ഭാഗ്യനാഥ് കുട്ടൻ ആറങ്ങോട്, മനോ വയലി, സുദീപ് വയലി, വിശ്വനാഥ് വരവൂർ എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. ഭക്തജനങ്ങളുടെ നാമജപ ഘോഷയാത്രയോടെയാണ് യജ്ഞത്തിന് തുടക്കമായത്. ക്ഷേത്ര മേൽശാന്തി പ്രാഗക നമ്പൂതിരി യജ്ഞദീപം തെളിയിച്ചു. തുടർന്ന് ഭാഗവത മഹാത്മ്യ പ്രഭാഷണം ആരംഭിച്ചു. മങ്ങാട് മുരളി നമ്പീശനാണ് യജ്ഞാചാര്യൻ. ദിവസവും പ്രസാദൂട്ട് ഉണ്ടായിരിക്കും.
പാടൂർ വാണിവിലാസം UP സ്കൂളിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. വിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികൾക്ക് സംഗമത്തിൽ രൂപം നൽകും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ചേരുന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സ്കൂൾ മുൻ മാനേജർ ചിന്നമ്മ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ തബ്ഷീർ മഴുവഞ്ചേരി, രേഖ ജേക്കബ്, TL ജോമോൻ, KK ബൈജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളിലെ കലാവാസന കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നടന്നു. പുല്ലാങ്കുഴൽ വാദകൻ രഘുനാഥൻ സാവിത്രി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സെബി പുത്തൂർ അധ്യക്ഷനായിരുന്നു. പ്രധാന അധ്യാപകൻ AV ജോളി, PTA പ്രസിഡന്റ് PC ജോസ്, വാർഡംഗം ഷീന വിൽസൺ, മദർ PTA പ്രസിഡന്റ് മേരി ഡിംബൽ, PV ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂ വേവ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. അമ്പലപ്പാറയിൽ നടന്ന ക്യാമ്പ് പ്രസിഡന്റ് PV വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം, മെമ്പർ വിജിത എന്നിവർ സംസാരിച്ചു. കൊരേച്ചാൽ ശ്രീദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി അഴകത്ത് മനക്കൽ വിഷ്ണു നമ്പൂതിരി, മേൽശാന്തി ചെങ്ങേശ്ശേരിയിലത്ത് പുരുഷോത്തമൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് കൊച്ചുണ്ണി കർത്ത, സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ, വൈസ് പ്രസിഡന്റ് സുധീഷ്, സരസ സുരേഷ്, ഷീല രാജൻ എന്നിവർ നേതൃത്വം നൽകി. ജെയ്സൺ എലുവത്തിങ്കൽ എഴുതിയ സ്നേഹക്കൂട് എന്ന നോവൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പ്രകാശനം ചെയ്തു. ഗാനരചയിതാവ് ജ്യോതിഷ് കാശി ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങി. വിജോ വിൻസെന്റ്, വിമൽകുമാർ, വിനീഷ് അപ്പുക്കുട്ടൻ എന്നിവർ പങ്കെടുത്തു. ദി അന്തിക്കാറ്റ്സ് UAയുടെ 33ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. സിവിൽ പോലീസ് ഓഫീസർ KN നിതിൻ ക്ലാസ് എടുത്തു. തുടർന്ന് നാടക സിനിമാ ലോകത്തെ അന്തിക്കാട്ടുകാർ എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ നടന്നു. കേരള വിഷൻ അന്തിക്കാട് റിപ്പോർട്ടർ ഷാജു കാരമുക്ക് അടക്കമുള്ളവരെ ചടങ്ങിൽ ആദരിച്ചു. സിനിമാ നാടക പ്രവർത്തകരായ ഷൈജു അന്തിക്കാട്, സജീവൻ അന്തിക്കാട്, സുജിൻ ചെറുകയിൽ, ഭാരവാഹികളായ ജിനേഷ് മുത്തേടത്ത്, രാജീവ് സുകുമാരൻ, ഷാജി കളരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുചക്ര വാഹന പാർക്കിങ്ങിന് പ്രീമിയം നിരക്ക് എന്ന പേരിൽ വൻതുക ഈടാക്കുന്നത് താൽക്കാലികമായി നിർത്തലാക്കി. TCVA വാർത്തയെ തുടർന്നാണ് നടപടി. അപ്രതീക്ഷിത പേമാരിയിൽ ചാലക്കുടി പുഴയിലെ ജലവിധാനം ക്രമാതീതമായി ഉയർന്നു. മഴ നിലച്ചതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്കിന് ശമനമായി. അതിരപ്പള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും സന്ദർശകർക്ക് പ്രവേശനമില്ല. ജില്ലയിൽ നാളെ റെഡ് അലർട്ട്. തൃക്കൂർ കള്ളായിയിലെ അനധികൃത പന്നി ഫാമിനെതിരെ പ്രതിഷേധം. പന്നി ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. പരമ്പരാഗത മത്സ്യബന്ധനയാനങ്ങൾക്കുള്ള മണ്ണെണ്ണ വിതരണം അവതാളത്തിലായി. സർക്കാർ സബ്സിഡിയോടെ ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിതരണം വഴിപാടായി മാറിയതോടെ സ്വകാര്യ വിപണിയെ ആശ്രയിക്കേണ്ട അവസ്ഥയിൽ മത്സ്യത്തൊഴിലാളികൾ. എല്ലാ മാസവും ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിഹിതം ഇപ്പോൾ കിട്ടുന്നത് ഏതാനും തവണകൾ മാത്രം. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച തൃശൂർ പബ്ലിക് ലൈബ്രറിയുടെ പുതിയ കെട്ടിടം തെരുവു നായ്ക്കളുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി മാറുന്നു. വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതും അഗ്നിരക്ഷാ സംവിധാനം ഇല്ലാത്തതും കെട്ടിടം തുറന്നു പ്രവർത്തിക്കാൻ തടസ്സമാകുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.